ഗുഡ് മോർണിംഗ് മാം. സാറ് വന്നോണ്ടിരിക്കുക, ഇപ്പം എത്തും. ആ മാം, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പൊ അകത്തെ അവസ്ഥ എന്തുവാടാ? അയ്യോ സാറേ, ഞാൻ പറഞ്ഞല്ലേ, കെട്ടിയോളുടെ കരഞ്ഞക്കുട്ടി അടിച്ചു പൊട്ടിച്ചു. അതിന്റെ കൂടെ 2 കേസും കൂടി ഉണ്ട്. ഓ അങ്ങനെയോ? ആ കേസ് ഇതുവരെ തീർന്നില്ലേടാ? 2 പേരും കൂടെ വേർപിരിയാൻ തീരുമാനിച്ച പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ? എന്ത് പറയാനാ, ഓരോ ഉടായ്പ പറഞ്ഞ് എല്ലാരും ഡൈവോഴ്സ് ആവുക. ഓ അയ്യോ, ഇന്ന് ഇയാടെ കേസ് ഉണ്ടോ? സാറിന് ഏത് സിഗരറ്റാ വാങ്ങിക്കണ്ടേ? കിങ്സ്. ഇതിന് ശേഷം എന്താ നടന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ എന്താണ് നടന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഇവർ 2 പേര് 1 വർഷത്തിന് മുന്നേ 3 പേരായിരുന്നു. ആ 3 പേരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഹായ്, മൈ നെയിം ഈസ് രാജ്കുമാർ ആൻഡ് ഐ എം എ പ്ലാസ്റ്റിക് സർജൻ. ഒരുപാട് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് രാജ്കുമാർ സാറിനെ ഒരുപാട് തവണ ഫോൺ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. ഈസ് നോട്ട് പിക്കിംഗ് ദ കോൾ. വാട്ട്സ് എ മാറ്റർ? സെറ്റപ്പ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പേഷ്യന്റും വന്നു. ഡോക്ടർ വന്നാൽ ഉടനെ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം. രാജ് ടെക്ടോസിലാണ്. ഐ തിങ്ക് വി ഷുഡ് ബി ദെയർ ഇൻ 30 minutes. ഐ ആം ഹിയർ ടു ടോക്ക് അബൌട്ട് വൈ ഐ ബിക്കം പ്ലാസ്റ്റിക് സർജൻ. ഞാൻ നിങ്ങളോടൊരു ചെറിയ സ്റ്റോറി പറയാം. അവരുടെ പേര് യാമിനി. 1990s വൺ ഓഫ് ദ ടോപ്പ് മോഡൽസ് ഇൻ ഇന്ത്യ. ആന്ധ്രാപ്രദേശിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ബിസിനസ്മാനായ ഗംഗാധര സാറിനെ അവർ കല്യാണം കഴിക്കുകയാണ്. വൺ ബ്ലഡി ആക്സിഡന്റ് ചേഞ്ച് എവറിത്തിങ്. യാമിനിയുടെ മുഖം ഡീഫോമായി മാറുന്നു. മോഡലാണെന്ന് ഓർക്കണം. കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ്. അവരുടെ മുഖം അവർക്ക് തന്നെ കാണാൻ പാടില്ലാത്ത അവസ്ഥ. ഷീ ഗോട്ട് ഇൻ ടു ദ ഡിപ്രഷൻ. 2 years later she left this world. ഇതാണ് ഞാൻ പറഞ്ഞ യാമിനി, എന്റെ അമ്മ. നമ്മളെ കൊണ്ട് ആക്സിഡൻസ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻസിഡൻസ് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. And that's what brought me here. And remember one thing, not everybody who wears an apron is a doctor. Thank you. I like your voice. Hey, thank you so much. Credit goes to my dad. He has a wonderful voice. One last thing. നമുക്ക് ബൈബർത്ത് കയ്യിൽ എന്തൊക്കെ വന്നു ചേർന്നു അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് മാത്രം നമുക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ നോക്കണം. ഓക്കെ, സൈനിങ് ഓഫ്.